ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് കാണാൻ പോകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ട്രൂ ഷേപ്പ് പാരബോള ആയിട്ട് വരുന്നതാണ്. ഒരു കോണിന് ഒരു കട്ടിംഗ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ട്രൂ ഷേപ്പ് പാരബോള കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ സെയിം ടൈപ്പ് ക്വസ്റ്റൻ നമുക്ക് കഴിഞ്ഞ പ്രോബ്ലം ചെയ്തായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേ ടൈപ്പ് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ. സോ ഇത് അടുത്തൊരു ഡിഫറെന്റ് ടൈപ്പാണ്. സോ അടുത്തൊരു ടൈപ്പ് സെയിം പാരബോള കിട്ടുന്നത് മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റൻ ആണത്. ക്വസ്റ്റൻ നോക്കിയാൽ മതി. കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 50 mm റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ബേസ്. സോ അതിൽ വ്യത്യാസമൊന്നുമില്ല, നോർമലായിട്ട് തന്നെയാണ് ആ ഒരു പെർട്ടിക്കുലർ കോൺ റെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ബേസിൽ റെസ്റ്റ് ചെയ്യും ഓൺ HP നോക്കുകയാണെങ്കിൽ അതിന്റെ ബേസിൽ തന്നെയാണ് റെസ്റ്റ് ചെയ്യുന്നത്. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കോൺ റെസ്റ്റ് ചെയ്യുന്നത് ബേസിലാണ്, HP റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ HP റെസ്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ സർക്കിളും ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ട്രയാങ്കിളും കിട്ടും. ടോപ്പ് വ്യൂ സർക്കിളും ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിളും കിട്ടും. സോ അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, സെയിം ഇത്രയും കാര്യം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഇസ് കട്ട് ബൈ ആൻ ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ. സോ ദാറ്റ് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ വെച്ചാണ് അതിനെ കട്ട് ചെയ്തിരിക്കുന്നത്. കട്ടിംഗ് പ്ലെയിൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. നമുക്ക് കിട്ടുന്നത് ട്രൂ ഷേപ്പ്. നമുക്ക് കിട്ടുന്ന ഒരു ട്രൂ ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു പാരബോള ആണ്. അതിന്റെ ഡബിൾ ഓർഡിനേറ്റ് 40 mm ആൻഡ് ആപ്സിസ് 50 mm എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴാണ് ഒരു കോണിനെ കട്ട് ചെയ്യുമ്പോൾ പാരബോള കിട്ടുന്നത് നമുക്കറിയാം. കഴിഞ്ഞ ക്വസ്റ്റിൽ നമ്മൾ കണ്ടാണ്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോണ്, ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നോക്കിയാൽ മതി. ഒരു കോൺ എന്താ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കോൺ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിന് എപ്പോഴാണ് ഒരു പാരബോള കിട്ടുന്നത്? ആ കോണിന്റെ ഈ സ്ഥലത്തിന് ഇതിന് പേരാണ് എൻഡ് ജനറേറ്റർ എന്ന് നമ്മൾ പറയുന്നതാണ്. എൻഡ് ജനറേറ്റർ, ഇതിന് നമ്മൾ പറയും എൻഡ് ജനറേറ്റർ എന്ന് പറയും. ഈ ഒരു ഇതാണ് നമ്മുടെ എൻഡ് ജനറേറ്റർ. ഇത് രണ്ടും ഈ എക്സ്ട്രീമുള്ള നമുക്കിത് OA എന്ന് പേര് വെക്കാം. ദെൻ ദിസ് മേ ബി OB എന്ന് നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ സിസ്റ്റങ്ങൾ നോക്കിക്കോളൂ. ഇത് OAയും OBയും എന്ന പേര് കൊടുക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ പറയും എൻഡ് ജനറേറ്റേഴ്സ് എന്ന് പറയും. ദിസ് OA ആൻഡ് OB ആർ എൻഡ് ജനറേറ്റേഴ്സ്. ഇത്രയും കാര്യം നമുക്കറിയാം. അപ്പൊ നമുക്കൊരു പാരബോള കിട്ടണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഈ എൻഡ് ജനറേറ്ററിന് പാരലൽ ആയിട്ടായിരിക്കും നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്നത്. നമ്മൾ കട്ടിംഗ് പ്ലെയിന് VT എന്ന് പേര് കൊടുക്കും. കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്നത് ദാറ്റ് ഷുഡ് ബി പാരലൽ ടു ദ എൻഡ് ജനറേറ്റർ. ഈ എൻഡ് ജനറേറ്ററിന് പാരലൽ ആയിരിക്കണം നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ. അപ്പൊ അങ്ങനെ പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് അവസാനം കിട്ടുന്ന ട്രൂ ഷേപ്പ്. ഇപ്പൊ കിട്ടുന്ന ഒരു ട്രൂ ഷേപ്പ് ഒരു പാരബോള ആവണമെങ്കിൽ ഇതാണ് കണ്ടീഷൻ. ദിസ് കട്ടിംഗ് പ്ലെയിൻ ഇസ് പാരലൽ ടു വാട്ട്? പാരലൽ ടു എൻഡ് ജനറേറ്റർ. പാരലൽ ടു എൻഡ് ജനറേറ്റർ. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഈ കട്ടിംഗ് പ്ലെയിൻ പാരലൽ ടു എൻഡ് ജനറേറ്റർ. ഈ എൻഡ് ജനറേറ്ററിന് പാരലൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു ഫുൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടാന്ന് വെച്ചാൽ ഒരു എലിപ്സ് കിട്ടണോ, ഒരു പാരബോള കിട്ടണമെങ്കിൽ, ഒരു പാരബോള ഇവിടെ കിട്ടണമെങ്കിൽ ഇത് പാരലൽ ആയിരിക്കണം. കട്ടിംഗ് പ്ലെയിന് എൻഡ് ജനറേറ്ററിന് പാരലൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട്, ഈ ഒരു ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ട്രൂ ഷേപ്പ് പാരബോള ആണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ട്രൂ ഷേപ്പ് ഇസ് എ പാരബോള എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പാരബോളയുടെ ഡയമെൻഷൻസും തന്നിട്ടുണ്ട്. ഡബിൾ ഓർഡിനേറ്റ് 40 mm ആൻഡ് ആപ്സിസ് 50 mm എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ പാരബോളയുടെ ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ദിസ് ഇസ് ആക്ച്വലി ഈ പാരബോളയുടെ ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇതിന് പറഞ്ഞ പോർഷൻ ഇതാണ്. സോ ഇത് എത്രയാണ് തന്നിട്ടുള്ളത്? 40 mm. അതേപോലെ ആപ്സിസ എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റ് ആണ്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് ആണ് ആപ്സിസ. ഈ ഒരു ഹൈറ്റ് ആണ് ആപ്സിസ. ദാറ്റ് ഇസ് ഈക്വൽ ടു 50 mm. സോ ഇത് ഡബിൾ ഓർഡിനേറ്റ്, ഇത് ആപ്സിസ ഈ പാരബോളയ്ക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് കട്ടിംഗ് പ്ലെയിനെ പറ്റി മറ്റൊരു കാര്യവും പറഞ്ഞിട്ടില്ല. കട്ടിംഗ് പ്ലെയിൻ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. കട്ട് ചെയ്യുമ്പോൾ പാരബോള കിട്ടും എന്നല്ലാതെ വേറൊരു കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ളത് ഈ കിട്ടുന്ന പാരബോളയുടെ ട്രൂ ഷേപ്പ് എന്താണ്, ഈ കിട്ടുന്ന ട്രൂ ഷേപ്പ് എന്താണ്? ഒരു പാരബോളയാണ്. ആ പാരബോളയുടെ ഡയമെൻഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ഗിവൺ ഡേറ്റ എടുത്ത് നോക്കാം. സോ ഗിവൺ ഡേറ്റയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? കോണാണ്
ബേസ് ഡയമീറ്റർ 50 mm ആണ്, പക്ഷെ ഹൈറ്റ് പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റനിൽ ഹൈറ്റ് തന്നിട്ടില്ല. ഹൈറ്റ് ഇസ് നോട്ട് ഗിവൻ. ഈ ഒരു ക്വസ്റ്റനിൽ അവർ ഹൈറ്റ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ക്വസ്റ്റനിൽ ഹൈറ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഹൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് കോൺ ഫുള്ളായിട്ട് വരയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ അടുത്ത് എന്താണ് തന്നിട്ടുള്ളത് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് ആക്ച്വലി റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ബേസ്. അപ്പോൾ അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബേസിൽ തന്നെയാണ് റെസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് കട്ടിംഗ് പ്ലെയിൻ. കട്ടിംഗ് പ്ലെയിൻ എന്താണ്? കട്ടിംഗ് പ്ലെയിൻ ഇസ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അത് കാര്യം പറഞ്ഞിട്ടുണ്ട്. കട്ടിംഗ് പ്ലെയിൻ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ തന്നെയാണ്. പാരലലോ പെർപെൻഡിക്കുലറോ അങ്ങനെ ഒന്നുമല്ല സംഭവം. ഇറ്റ് കട്ട്സ് ദ കോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. കട്ട്സ് ദ കോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പർട്ടിക്കുലർ ഷേപ്പ് എന്താണെന്ന് നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ട്രൂ ഷേപ്പ്, ഇറ്റ് ഇസ് എ പാരബോള ഓഫ് ഡബിൾ ഓർഡിനേറ്റ് 40 mm ആൻഡ് ആപ്സിസ. ആപ്സിസയുടെ സ്പെല്ലിംഗ് തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഡബിൾ ഓർഡിനേറ്റ് 40 mm ആൻഡ് ആപ്സിസ 50 mm. ആപ്സിസ 50 mm ആൻഡ് ഡബിൾ ഓർഡിനേറ്റ് 40 mm. ഈ ഒരു ഷേപ്പാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ ട്രൂ ഷേപ്പ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇതെങ്ങനെ വരും എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പാരബോള ആയിരിക്കും. ഇതിങ്ങനെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ വരുമ്പം ഇതെന്താവും എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി എ പാരബോള. ഇവിടെ ഒരു പാരബോള ആയിരിക്കും താഴെ കാണാൻ പറ്റുന്നത്. ഇത് പക്ഷേ റെഡ്യൂസ്ഡ് ഷേപ്പ് ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ ഈ ലെങ്ത് വിൽ ബി 40. ഇത് രണ്ടും സെയിം ആയിരിക്കും. ഈ ബേസ് ഉണ്ടല്ലോ, ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്ന ഈ ലെങ്ത്, ഇതാണ് നമ്മുടെ ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്ന ലെങ്ത്. ഇത് കറക്റ്റ് ആയിരിക്കും, ഇത് ശരിയായിരിക്കും. രണ്ടിലും സെയിം ആയിരിക്കും. ഇവിടെയും 40 ആയിരിക്കും, ഇവിടെയും 40 തന്നെ ആയിരിക്കും. ട്രൂ ഷേപ്പിൽ അത് 40 ആയിരിക്കും. പക്ഷേ ഈ ഹൈറ്റ് എത്രയാണ് വരുന്നത്? ഇവിടെ 50 വരുന്നുണ്ട്. ആപ്സിസ 50 വരുന്നുണ്ട്. ആ 50 നമുക്ക് ഇവിടെ കിട്ടില്ല. ഇത് റെഡ്യൂസ്ഡ് ഷേപ്പ് ആയിരിക്കും. നമുക്ക് സെക്ഷണൽ ടോപ്പ് വ്യൂവിൽ കാണുന്നത് റെഡ്യൂസ്ഡ് ഷേപ്പ് ആയിരിക്കും. അത്ര ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ഡയറക്റ്റായിട്ട് വരയ്ക്കാൻ പോവാണ്. ഈ ഒരു പ്രോബ്ലം നമ്മൾ വരയ്ക്കാൻ പോവാണ്. എന്താണ് അപ്പോൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് എന്ത് തന്നിട്ടില്ല? ഹൈറ്റ് തന്നിട്ടില്ല. ജസ്റ്റ് നമുക്കറിയാവുന്നത് ഇനിഷ്യൽ ആയിട്ട് നമുക്കറിയാവുന്നത് ബേസ് ഡയമീറ്റർ മാത്രമേ അറിയാവുള്ളൂ. 50 mm ആണ് അതിൻ്റെ ബേസ് ഡയമീറ്റർ. നമുക്കത് വെച്ചിട്ട് വരയ്ക്കാം. നമ്മൾ ആദ്യം ഞാൻ ആ സർക്കിൾ നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം കോണ് വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ഒരു കോൺ വരയ്ക്കാനായിട്ട് ഫസ്റ്റ് അതിൻ്റെ ബേസ് സർക്കിൾ വരയ്ക്കും. അതായത് ബേസ് സർക്കിൾ നിങ്ങൾ വരച്ചിട്ട് എന്ത് ചെയ്യും? ആ ബേസ് സർക്കിളിനെ 8 പാർട്ടായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യും. സോ അതാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത്. കുറച്ചുകൂടെ നമുക്ക് താഴോട്ട് വരയ്ക്കാൻ, കുറച്ച് സ്പേസിന് വേണ്ടിയിട്ടാണ് കുറച്ച് താഴോട്ട് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കും. സർക്കിളിൻ്റെ ഡയമീറ്റർ എത്രയായിരുന്നു? 50 mm ആണ്. ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സോ ഈ ഒരു 8 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും ഈ ഒരു സർക്കിളിനെ. എന്നിട്ട് അതിൻ്റെ ഡയമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യും. 550 സർക്കിളിൻ്റെ ഡയമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യും. നമുക്കിനി മുകളിലോട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതിൻ്റെ ഹൈറ്റ് തന്നിട്ടില്ല. ഹൈറ്റ് നമുക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ട്രൂ ഷേപ്പ് എന്താണ്? ട്രൂ ഷേപ്പ് ഇസ് എ പാരബോള. പാരബോളയാണ് ട്രൂ ഷേപ്പ്. അതിൻ്റെ ഡബിൾ ഓർഡിനേറ്റ് equal to 40 mm and abscissa equal to 50 mm. ഇത് നമുക്കറിയാം. ഇതിൽ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഈ ബേസിൽ വരുന്നത് ഇവിടെയും നമുക്ക് കിട്ടുന്ന ഈ ഡബിൾ ഓർഡിനേറ്റ് കോമൺ ആയിട്ട് വരും. ട്രൂ ഷേപ്പിലുള്ള ഡബിൾ ഓർഡിനേറ്റ് തന്നെ ആയിരിക്കും നമുക്ക് എവിടെ കിട്ടുന്ന ഈ ഒരു സർക്കിളിൻ്റെ ബേസ് ആയിട്ട് കിട്ടുന്നത്. നമുക്കത് വരച്ചു നോക്കാം. സർക്കിൾ ആദ്യം വരച്ചോളുക, നമുക്കറിയുന്ന കാര്യം. എന്നിട്ട് ഈ സ്കെയിലിൽ ഒരു 40 mm മെഷർ ചെയ്യണം. ഈ സ്കെയിലിൽ നമുക്ക് 40 mm പോയിന്റ് നിങ്ങൾ വെച്ചേക്കുക. 40 mm എന്ന് വെച്ചാൽ 4 സെൻറ്റിമീറ്റർ. ഏത് 0 to 4 ഒരു 4 സെൻറ്റിമീറ്റർ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു 40 mm എന്ന് പറയുന്ന ആ ലെങ്ത്, 40 എന്ന് പറയുന്ന ലെങ്ത് ഇതിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ സ്കെയിൽ, നിങ്ങളുടെ റോളർ സ്കെയിൽ ഇത് നേരെ വെച്ചിട്ട് ആ 40 mm കറക്റ്റ് മുകളിൽ 20, അതായത് ഈ 40യിൽ മുകളിൽ എന്താണ്? മുകളിൽ 20 നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ അങ്ങനെ മെഷർ ചെയ്യുക. 40യിൽ മുകളിൽ 20, ഇതിൻ്റെ സെൻറ്ററിൻ്റെ മുകളിൽ 20, സെൻറ്ററിൻ്റെ താഴെ 20 എന്ന് വെച്ചിട്ട് ഇത് അങ്ങനെ എടുത്തിട്ട് ആ സെൻറ്റർ കൊണ്ടിവിടെ ഫിക്സ് ചെയ്യുക. ഇതിന് താഴെ നമുക്ക് 40 എന്നാണ് വരേണ്ടത്. സോ 40 വരണമെങ്കിൽ ആ സെൻറ്റർ ഫിക്സ് ചെയ്തിട്ട് ഇതായിരിക്കും നമ്മുടെ 40 എന്ന് വെച്ചോളൂ. 40
ഇത് രണ്ടിനും ഇടയ്ക്കാണ് നമുക്ക് 40 വരേണ്ടതെന്ന് വെച്ചോളാം. ജസ്റ്റ് ഒരു അസംഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവാണ്. സോ 40 വരുന്നത് പോലെ നമ്മൾ ഡ്രാഗ് കൊണ്ടുപോവാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പം ആ 40 ഈ രണ്ട് സർക്കിളിൻ്റെ ഇടയ്ക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവും. 40 എന്ന് പറയുന്നത് നമുക്കിവിടെ പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവും. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യം മാത്രം ഓർത്താൽ മതി. സ്കെയിലിന് ആദ്യം ഒരു സെൻറ്റർ പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് മുകളിൽ 20, താഴെയും 20. ഒരു സെൻറ്റർ ഫിക്സ് ചെയ്തിട്ട് മുകളിൽ 20, താഴെ 20, അതായത് 40. ഒരു 40 mm ഫിക്സ് ചെയ്യാം. അപ്പം മൊത്തം സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഇത് 0, ഇത് 0 ആണ്, 0 ആണ്. അടുത്ത് ഈ പോയിന്റ് 0, ഇവിടെ 1, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, അടുത്ത് 4 സെൻറ്റിമീറ്റർ എന്ന് കാണുകയാണെങ്കിൽ രണ്ടിന് എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്കെയിലിൽ രണ്ടിനെ മിഡ് പോയിന്റ് ആയിട്ട് വെച്ചിട്ട് ഇത് 4 ആണ്. സ്കെയിൽ അങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ടേ പോവാം. അപ്പോൾ നമുക്കിതാ ഈ മിഡിൽ ലൈനിൽ 2 വെച്ചിട്ട് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോവാം. കറക്റ്റ് 4 മുകളിൽ 2 ആ 4 സെൻറ്റിമീറ്റർ എന്നുള്ളത് എവിടെ മാച്ച് ആവും എന്ന് നോക്കണം. ഈ സ്ഥലങ്ങളിൽ എവിടെ മാച്ച് ആവും എന്ന് നോക്കിയാൽ മതി. 2 സർക്കിളിൻ്റെ മുകളിലും താഴെ ആയിട്ടുള്ളതിൽ മാച്ച് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ടോട്ടൽ ഇതിൻ്റെ ലെങ്ത് ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതിൻ്റെ ലെങ്ത് ഇപ്പോൾ എത്ര ആയിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ ലെങ്ത് വിൽ ബി 4 സെൻറ്റിമീറ്റർ, അതായത് 40 mm ആയിരിക്കും. അങ്ങനെ വരുന്നത് വരെ നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, സോ അത്രയും ചെയ്യാതെ അപ്പോൾ ഈ 40 നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ 40 ആണ്. മാർക്ക് ചെയ്തിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മുകളിലോട്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്യും. ഇതിനെ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് ജസ്റ്റ് ഞാൻ മുകളിലോട്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്തു. ഈ ഒരു പോയിന്റിനെ പ്രൊജക്റ്റ് ചെയ്ത് ഞാൻ ഇവിടെ കൊണ്ട് അതിനെ പ്ലേസ് ചെയ്തു. പ്രൊജക്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയി ആ പോയിന്റ് ഞാൻ പ്ലേസ് ചെയ്യാണ്. വേറൊന്നുമില്ല, പ്രൊജക്റ്റ് ചെയ്തു. പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഇവിടെ കിട്ടുന്ന പോയിന്റ് ഞാൻ അതിൻ്റെ പേര് ഇപ്പോൾ 1 എന്ന് കൊടുക്കുകയാണ്. തൽക്കാലത്തേക്ക് 1 എന്നാണ് ആ പോയിന്റ് ഞാൻ പേര് കൊടുക്കുന്നത്. 1. ഇവിടെ എക്കും ബിക്കും നടുക്കായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് മേ ബി സംവാട്ട് 1 ബ്രാക്കറ്റിലൊരു പോയിന്റ് വരുന്ന പോലെ ഞാൻ അതിന് പേരിടുന്നു. ഏതെങ്കിലും ഒരു പോയിന്റ്, ലെറ്റ് ദാറ്റ് ബി 1 ആൻഡ് നമുക്ക് 2' തന്നെ ഇടാം. ഇപ്പോഴത്തേക്ക് തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ 1', 2' എന്ന് തന്നെ ഇടാം. ഇതിൽ 1' ബ്രാക്കറ്റിൽ 2' എന്ന് ഇടാം. അപ്പം നമുക്കിവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇത് 1ഉം ഈ പോയിന്റ് ദാറ്റ് ബി 2. എന്ന് വെച്ചാൽ ഇത് 1ഉം ഇത് 2ഉം ആണ്. അപ്പോൾ 1 കാണാൻ പറ്റും, 2 എന്നുള്ള പോയിന്റ് ബ്രാക്കറ്റിലായിരിക്കും. ഇത്രേ ഉള്ളൂ. ഇവിടെ ഈ സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന 2 എന്നും ഈ സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന 1 എന്നും ഞാൻ പേരിട്ടു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഞാൻ ഇവിടെ പ്രൊജക്റ്റ് ചെയ്തു. ഇനി അടുത്ത എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഹൈറ്റ് അറിയില്ല. ഈ ഒരു പർട്ടിക്കുലർ കോണിൻ്റെ ഹൈറ്റ് അറിയില്ല. ഒരു കോണിൻ്റെ എന്തറിയില്ല, ഹൈറ്റ് അറിയില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മറ്റൊരു കാര്യം അറിയാം. ഇതിൻ്റെ ആപ്സിസ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണെന്ന് അറിയാം. അപ്പോൾ ഇതിൻ്റെ ആപ്സിസ എവിടെ ആയിരിക്കും വരുന്നത്? നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൻ്റെ ആപ്സിസ ആക്ച്വലി ഹിയർ. ഇതിൻ്റെ ആപ്സിസ ഇതാണ്. അപ്പോൾ ഈ ലെങ്ത് ആണ് നമ്മുടെ 50 എന്ന് പറയുന്ന ലെങ്ത്. ഇതാണ് നമ്മുടെ 50 എന്ന് പറയുന്ന ലെങ്ത്. ഇതാണ് 50 എന്ന് പറയുന്ന ലെങ്ത്. ഇത് തന്നെയല്ലേ ഈ ആപ്സിസയുടെ ലെങ്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഞാനിവിടെ കൊണ്ടുപോയിട്ട് 50 mm ഞാൻ എൻ്റെ കോമ്പസിൽ 50 എടുക്കുകയാണ്. കോമ്പസിൽ 50 എടുക്കുന്നു. 50 ആണ് ആപ്സിസ, 50 ആണ്. ആ 50 ഞാൻ എൻ്റെ കോമ്പസിൽ എടുക്കുന്നു. ഇത് ഒരു പോയിന്റ് ആയിട്ട് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ആർക്ക് കട്ട് ചെയ്യുന്നു. 50 mm ആണ് ഇപ്പോൾ എൻ്റെ കോമ്പസിൽ മെഷർ ചെയ്തത്. വിത്ത് 1' ആസ് സെൻറ്റർ ഞാൻ എന്താ ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുന്നു. അതേപോലെ വിത്ത് E' ആസ് സെൻറ്റർ ഞാൻ വീണ്ടും ഒരു ആർക്ക് കട്ട് ചെയ്യുന്നു. രണ്ടും ഇപ്പോൾ എത്രയാണ്? 50 ആണ് സ്കെയിലുള്ളത്. സ്കെയിലിൽ അല്ലെങ്കിൽ കോമ്പസിൽ മെഷർ ചെയ്ത് 50 ആണ്. വിത്ത് 1' ആസ് സെൻറ്റർ ഞാൻ ആർക്ക് കട്ട് ചെയ്തു. 50 ആണ്. ആപ്സിസയുടെ ഈ ലെങ്ത് ആണ് എൻ്റെ കയ്യിലുള്ളത്. വിത്ത് E', ഈ എൻഡ്, ഈ എക്സ്ട്രീം എൻഡ് ആ സെൻറ്റർ ഞാൻ വീണ്ടും ഒരു ആർക്ക് കട്ട് ചെയ്തു. എൻ്റെ കോമ്പസിൽ ഞാനിപ്പോൾ എടുത്തത് 50 ആണ്. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇതിനെ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. ഒരു ലൈൻ വെച്ചിട്ട് ഇതാണ് എൻ്റെ കട്ടിംഗ് പ്ലെയിൻ. ഇതിനെ ഞാൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു. സോ ദിസ് ഇസ് മൈ കട്ടിംഗ് പ്ലെയിൻ. ഇതാണ് എൻ്റെ കട്ടിംഗ് പ്ലെയിൻ. ഞാൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ ഇപ്പോൾ വരയ്ക്കുന്നതാണ്. ഇതാണ് എൻ്റെ
cutting plane. Okay, so this is my cutting plane. ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്തു. ഇതാണ് എൻ്റെ കട്ടിംഗ് പ്ലെയിൻ. ഇനി എന്ത് ചെയ്യാം, അടുത്ത് ഇ എന്ന പോയിന്റിൽ നിന്നും ഈ കട്ടിംഗ് പ്ലെയിൻ വഴി ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. ഇ എന്ന പോയിന്റ് വഴി, ഇത് മീറ്റിംഗ് പോയിന്റ് വഴി ഞാനിപ്പോൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഇതുവഴി നോക്കിയാൽ മതി. ഇ എന്നുള്ള പോയിന്റ് വഴി, അതായത് ഇ ഡാഷ് വഴി ഞാൻ എന്താ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ദാറ്റ് വിൽ ഓൾസോ പാസ് ത്രൂ ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. കാരണം ഈ എന്നുള്ള ഈ പോയിന്റിലാണ് ശരിക്കും ആര് കട്ട് ചെയ്യുന്നത്, നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ വന്ന് കട്ട് ചെയ്യുന്നത് ഈ ലാസ്റ്റ് പോയിന്റിലായിരിക്കും വന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പോയിന്റ് വഴി ഞാൻ ഇയിൽ നിന്നും ഒരു ലൈൻ വരച്ചു. ഓർത്തുകൊള്ളുക. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും അറിയാം ഈ ഒരു ലൈൻ ഇത് മിഡിലാണ്, ആക്സിസ് ആണ്. ഈ ആക്സിസ് എപ്പോഴും എങ്ങനെ ആയിരിക്കും, ഇറ്റ് വിൽ ബി സ്ട്രെയിറ്റ്, ഇറ്റ് വിൽ ഓൾവേസ് ബി സ്ട്രെയിറ്റ്. അപ്പോൾ ആക്സിസ് ഞാൻ അത് വരയ്ക്കുകയാണ്. കോണിൻ്റെ ആക്സിസ് അതായത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. ദിസ് ഇസ് ആക്സിസ്. നമുക്ക് നോർമലായിട്ട് അറിയുന്ന ആക്സിസ് ആണ് കോണിൻ്റെ ആക്സിസ്. 2H വരച്ചാൽ മതി. അതായത് ഈ ഒരു ജനറേറ്റർ OC ആൻഡ് OG ഇതുവഴി ആയിരിക്കില്ല ആക്സിസ് പാസ് ചെയ്യുന്നത്. OC OG ഇതെപ്പോഴും എന്തായിരിക്കും, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നമ്മുടെ ആക്സിസ് ആണ് ഇതുവഴി എപ്പോഴും പാസ് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് ആ ഒരു ആക്സിസ് ലൈൻ അവിടെ വരയ്ക്കും. വെറും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചാലും ഓക്കെയാണ്. ഇത് ആക്സിസ് ആയിട്ട് തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇപ്പോൾ നമുക്കൊരു ഡിഫറൻസിയേഷൻ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വരച്ചു. എന്തായാലും ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഡാഷിൽ നിന്ന് പോകുന്ന ഈ ഒരു പെർട്ടിക്കുലർ ലൈൻ ഉണ്ടല്ലോ, ഈ ഡാഷിൽ നിന്ന് പോകുന്ന ലൈനിനെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലോട്ട് ജോയിൻ ചെയ്യും, ഈ ആക്സിസുമായിട്ട് ജോയിൻ ചെയ്യും. ഈ ഡാഷിൽ നിന്ന് പോകുന്ന ലൈനിനെ കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ അതെന്ത് ചെയ്യും, ഈ ആക്സിസിൽ പോയി ജോയിൻ ആവും. ആക്സിസിൽ വന്ന് ജോയിൻ ആവും. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ആക്സിസിൽ വന്ന് ജോയിൻ ആവും. സോ ഈ ജോയിൻ ആവുന്ന പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ്, ഇതാണ് ഈ പോയിന്റ് സവ അപെക്സ് O ഡാഷ്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ അടുത്ത് എന്താണെന്ന് വെച്ചാൽ A ഡാഷ് തൊട്ട് O ഡാഷിലോട്ട് നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചാൽ, ഈ A ഡാഷിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ലൈൻ, A ഡാഷ് ടു O ഡാഷ് എന്ന് പറയുന്ന ലൈൻ, ദാറ്റ് വിൽ ബി സംവാട്ട് പാരലൽ. ഇതിന് പാരലൽ ആയിരിക്കും. ഏതിന്, നമ്മുടെ ഈ കട്ടിംഗ് പ്ലെയിനിന് പാരലൽ ആയിരിക്കും ഈ ഒരു ലൈൻ. അത് ഓർത്ത് വെച്ചേക്ക്. കട്ടിംഗ് പ്ലെയിനിന് പാരലൽ ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ലൈൻ കിട്ടുന്നത്. സോ ജസ്റ്റ് നമുക്കത് ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും അത് പാരലൽ കിട്ടില്ല, അത് കുഴപ്പമില്ല. ഇതാണ്ട് നിയർലി പാരലൽ ആയിട്ട് നമ്മൾ വരച്ചാൽ മതി. ഇനി കട്ടിംഗ് പ്ലെയിനിനെ കൂടെ നമുക്കൊന്ന് പുറത്തോട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കാണിക്കാം. സോ നമ്മൾ സാറിനെ കാണിക്കുമെന്ന് പോലെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ കട്ടിംഗ് പ്ലെയിനെ ഒന്ന് പുറത്തോട്ട് വരയ്ക്കാം. സോ ഈ രണ്ട് എൻഡിന് നമുക്കൊന്ന് ഡാർക്കൻ ചെയ്യാം കട്ടിംഗ് പ്ലെയിനിന്. സോ എന്നിട്ട് നമുക്ക് നെയിം ചെയ്യും, വെർട്ടിക്കൽ ട്രേസ് എന്നായിരിക്കും നെയിം ചെയ്യുന്നത്, VT എന്ന് നെയിം ചെയ്യാം. സോ ഓക്കെ, സോ അത് ചെയ്തില്ലെങ്കിലും വലിയ ഇഷ്യൂ ഒന്നുമല്ല. ഇനി ബാക്കിയുള്ള പോയിന്റ്സും കൂടെ നമുക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്യാം. B ഡാഷ് തൊട്ട് O ഡാഷിലോട്ട് ആസ് യൂഷ്വൽ നമുക്ക് B ഡാഷിൽ നിന്നും O ഡാഷിലോട്ട് ജോയിൻ ചെയ്യാം. B ഡാഷ് ടു O ഡാഷ്. അതേപോലെ ഇനി ബാക്കിയുള്ളത് ഇതാണ് D ഡാഷ് ടു O ഡാഷ്, അതും കൂടെ ജോയിൻ ചെയ്യാനുണ്ട് ബാക്കി. സോ D ഡാഷ് ടു O ഡാഷും കൂടെ നമുക്ക് ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ട്. സോ അതും കൂടെ ജോയിൻ ചെയ്യാം. This one D dash to O dash. Join D dash and O dash. Okay. ഇപ്പോൾ നമുക്ക് ഈ കട്ടിംഗ് പ്ലെയിനിൽ കട്ടിംഗ് പോയിന്റ്സ് ഒക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടും. സോ നിങ്ങൾ വരയ്ക്കുന്നതിലും ഞാൻ വരയ്ക്കുന്നതിലും ഒരു പക്ഷേ ഡിഫറൻസസ് ഉണ്ടായേക്കാം. അത് ഓർത്തോളാം. ജസ്റ്റ് ഈ പ്രൊസീജിയർ മാത്രം ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾ വരയ്ക്കുന്നതിലും ഞാൻ വരയ്ക്കുന്നതിലും ഡിഫറൻസ് ഉണ്ടാവാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. ഞാൻ കാരണം ഡയമെൻഷൻസ് ഒന്നും എടുക്കാതെ വരയ്ക്കുന്നുണ്ട്. സോ ഈ ഒരു പോയിന്റ് ഇതാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിനിലെ 1 ഡാഷ് 2 ഡാഷ്. അടുത്ത് ഇവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. ദാറ്റ് മേ ബി നമുക്കതിന് 3 ഡാഷ് എന്ന് പേര് കൊടുക്കാം. 3 ഡാഷ് ബ്രാക്കറ്റിൽ 4 ഡാഷ് എന്ന് തന്നെ ഞാൻ കൊടുക്കുന്നു. ഇപ്പോഴത്തേക്ക് ജസ്റ്റ് നമ്മൾ ഇങ്ങനെയല്ല നെയിമിംഗ് പ്രാക്ടീസ് ചെയ്തത്, എന്നാൽ പോലും ഇപ്പോഴത്തേക്ക് ഈ ഒരു ക്വസ്റ്റിന് വേണ്ടി ഞാൻ അങ്ങനെ കൊടുക്കുകയാണ്. ലാസ്റ്റ് ഈ ഒരു പോയിന്റ് നമുക്ക് എന്ത് പേര് കൊടുക്കാന്ന് വെച്ചാൽ, ഇല്ലേ വേണം നമുക്കിപ്പോൾ ഇപ്പം ഇത്രയായില്ലേ, ഇനി ഇതൊരു ഓർഡർ തന്നെ അങ്ങ് കൊടുക്കാം. ഈ 1 ഡാഷ് ബ്രാക്കറ്റുള്ള അങ്ങനെ ഇരിക്കട്ടെ, ഇവിടെ ബ്രാക്കറ്റ് എങ്ങനെ പോട്ടെ, നമുക്കിവിടെ 2 ഡാഷ് തന്നെ കൊടുക്കാം.
ഇവിടുത്തെ നെയിം 2' തന്നെ കൊടുക്കാം. നമുക്കങ്ങനെ ഓർഡറിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നെയിമിങ് ചെയ്യുമ്പോൾ ഓർഡറിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇവിടെ കട്ട് ചെയ്യുന്ന 1', ഇവിടെ 2', ഇവിടെ നമുക്ക് നെയിമിന് 3' എന്ന് കൊടുക്കാം. ഇവിടെ കട്ടിങ് നെയിമിന് 3' എന്ന് കൊടുക്കാം. ബ്രാക്കറ്റിൽ ഉണ്ടാവും, കാരണം ഇവിടെ എത്രയുണ്ട് ബ്രാക്കറ്റ് ഉണ്ടാവും. കാരണം എന്താണ്, ഇവിടെ ഫസ്റ്റ് ഇവിടെ കട്ടിങ് പോയിന്റിൽ എക്കും ഇവിടെ ഒരു എന്താണ് ഈ ഒരു പോയിന്റ് ഇടയ്ക്കാണ്. സംവാട്ട് A'-നും C'-നും ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ആണ്. A', C'-നും A', G'-നും ഇടയ്ക്കുള്ള പോയിന്റ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും 2 പോയിന്റ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 1', 2', 1ഉം 2ഉം ഇങ്ങനെ ആയിരിക്കും അത് കട്ട് ചെയ്യുന്ന. ഞാനിപ്പോൾ 2 എന്നുള്ള പേര് മാറ്റി കണ്ടിന്യൂറ്റി വരാൻ വേണ്ടി 2 എന്നുള്ള പേരിന് വരും വേറൊരു നെയിം നമ്മൾ കൊടുക്കും, അത്രേ ഉള്ളൂ. ഇവിടെയും എന്താണ്, ഇവിടെ O' ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ഇത് O' ആണ്. ഇവിടെ O' ആണ്. അപ്പോൾ O', ഇവിടെ C', G' ആണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, O', C' ഉണ്ട്. അതിന്റെ പുറകിൽ O', G' ഉണ്ട്. നമ്മൾ കട്ട് ചെയ്യുന്ന ഫ്രണ്ടിൽ കട്ട് ചെയ്യുന്ന O', C'-ലാണ് 2' എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. അല്ല O', G', അല്ല ബാക്കിലായിട്ട് നമുക്ക് തന്നെ മാർക്ക് ചെയ്യാം. സിമിലർലി ഇവിടെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ നമുക്ക് 3' എന്ന് പേര് കൊടുക്കാം ഈ പോയിന്റ്. അതിന്റെ ബാക്കിൽ ഒരു ബ്രാക്കറ്റ് നമുക്ക് ഇട്ട് വെച്ചേക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് പോയിന്റ് നെയിം ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് വരാം. ലാസ്റ്റ് പോയിന്റ് ഈ പോയിന്റ് നമ്മുടെ പോയിന്റ് 4' എന്നായിക്കോട്ടെ. ലാസ്റ്റ് ഇവിടെ കട്ട് ചെയ്യുന്ന പോയിന്റ് 4' ആയിക്കോട്ടെ. ഇവിടെ ഒറ്റ ഇതേ ഉള്ളൂ, O', E' മാത്രമേ ഉള്ളൂ. അപ്പം 2 സ്ഥലത്തും ഒറ്റ ലെറ്റേഴ്സേ ഉള്ളൂ. സോ ദിസ് ഇസ് 4'. റിവേഴ്സിൽ പോകുമ്പോൾ ഇവിടെ നമുക്ക് 5' ആയി. ഈ ഒരു പോയിന്റിൽ നമുക്ക് 3' പുറകിലായിട്ട് വിൽ ഗെറ്റ് 5'. പിന്നെ 5' എന്നൊരു പോയിന്റ് കിട്ടി. 2' പുറകിലായിട്ട് നമുക്ക് 6' എന്നൊരു പോയിന്റ് കിട്ടും. ആൻഡ് ഹിയർ വിൽ ഗെറ്റ് 7'. നിങ്ങൾക്ക് ഇതേപോലെ വരുമെന്ന് ഞാൻ ഒരു ഗ്യാരണ്ടിയും പറയുന്നില്ല, കാരണം ഒരു പക്ഷേ നമുക്ക് വേറെ ഇത് ഈ പോയിന്റ് കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറി വരാം. ഓക്കെ, സോ ഞാൻ ഒരു ഗ്യാരണ്ടി ഇവിടെ പറയുന്നില്ല ഈ ക്വസ്റ്റനിൽ. ജസ്റ്റ് ഈ ഒരു പ്രൊസീജിയർ ഓർത്ത് വെച്ചേക്കാം. എന്നുവെച്ചാൽ നമുക്ക് ഡയമെൻഷൻ മാറുന്നതിനനുസരിച്ച് കട്ടിംഗ് പ്ലെയിനിന്റെ പൊസിഷനും കൂടെ മാറും. ഒരു പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് വരാം. എനിക്കിപ്പോൾ ഞാനിപ്പോൾ വരച്ചപ്പോൾ റഫായിട്ട് വരച്ചപ്പോൾ എനിക്ക് ഇവിടെയാണ് കിട്ടിയത്. നിങ്ങളത് എക്സാക്റ്റ് ആയിട്ട് വരച്ച് നോക്കിക്കോളാം. ഓക്കെ, സോ ഇനി ഇത്രയും പോയിന്റ്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓരോ പോയിന്റിനെ നമുക്ക് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്ന 3', 5' എന്നുള്ള 1', 7' ഇതിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു. ഇവിടെ 1ഉം ഇത് 7ഉം എന്ന് കിട്ടി. ഇത് 7 ആണ്. ആദ്യം നമ്മൾ 2 എന്നാണ് എഴുതി വെച്ചിരുന്നത് തുടക്കത്തിന് വേണ്ടി. അപ്പോൾ 7 എന്ന് മാറ്റി പോയിന്റ്. നെക്സ്റ്റ് അടുത്ത് നമുക്ക് വേണ്ടത് 2', 6' ആണ്. ഈ പോയിന്റ് 2', 6'. ഇപ്പൊ എവിടെയാണ് 2', 6' ഇരിക്കുന്നത്? കറക്റ്റ് O', C'-ലും O', G', അതായത് സ്ട്രെയിറ്റ് ലൈനിലാണ്. അപ്പൊ എവിടെ നിന്ന് നോക്കിയാലും ഒരു സ്ട്രെയിറ്റിലാണ്. ഇവിടെ നിന്ന് നോക്കിയാലും സ്ട്രെയിറ്റ് ആണ്. താഴോട്ട് നോക്കിയാലും, അതായത് സർക്കിളിൽ നോക്കിയാലും ഇതൊരു സ്ട്രെയിറ്റ് ആണ്, OG. അപ്പൊ നമ്മൾ ഇതിനെ പ്രൊജക്ട് ചെയ്താൽ എന്ത് പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്താൽ ഒരിടത്തും അതിൽ കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ എന്ത് ചെയ്യും, നമ്മൾ സാധാരണ ചെയ്തൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളുക. കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ചെയ്തതുപോലെ ഈ 2' ഇങ്ങോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യും. എങ്ങോട്ട്, നമ്മുടെ ലെഫ്റ്റ് ജനറേറ്ററിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ഇതിന് പുതിയൊരു പേര് കൊടുക്കാം. ഇവിടെ നമ്മൾ അതിന് കൊടുക്കുന്ന പേരാണ് 21' ബ്രാക്കറ്റിൽ 61' എന്ന് നമ്മൾ പേര് കൊടുക്കുന്നത് ഈ പോയിന്റിൽ. എന്തെന്ന് വെച്ചാൽ ഇത് എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ എക്സാക്റ്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. സ്ട്രെയിറ്റ് ലൈനിലായതുകൊണ്ട്, ഇതൊരു സ്ട്രെയിറ്റ് ലൈനിലായതുകൊണ്ട് നമുക്ക് ഇതിനെ പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് O', C', OG ഇവിടെയും സ്ട്രെയിറ്റ് ആയിട്ടാണ് ആ ലൈന്, ഇവിടെയും സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ തൊട്ടടുത്ത ജനറേറ്ററിലോട്ട് മാറ്റി ലോങ്ങസ്റ്റ് ജനറേറ്ററിലോട്ട്, അതായത് എൻഡ് ജനറേറ്ററിലോട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇനി അതിന് നമുക്ക് പ്രൊജക്ട് ചെയ്യാം. ഇതിനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ജസ്റ്റ് നോക്കിക്കൊള്ളുക. പിന്നെ ജസ്റ്റ് ഒന്ന് പ്രൊജക്ട് ചെയ്യാൻ പോവാണ് ഇതിന്. ഇനിയിപ്പോൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരെയാണ്. നമുക്കിപ്പം അതിൻ്റെ എൻഡ് ജനറേറ്ററിലോട്ട് പ്രൊജക്ട് ചെയ്യാം. അതായത് ഇതാണ് അതിൻ്റെ എൻഡ് ജനറേറ്റർ എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് എൻഡ് ജനറേറ്റർ, OE അതല്ലേ, O', E', എൻഡ് ജനറേറ്റർ. അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് OE. ഇവിടെ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തു. ഇവിടെ നമുക്ക് കിട്ടി 21', 21ഉം ഡാഷ് വേണ്ട, അതേപോലെ ബ്രാക്കറ്റ് 61 എന്ന് നമുക്ക് കിട്ടി. പക്ഷെ ശരിക്കും ഈ 2ഉം 6ഉം എവിടെയാണ് ഇരിക്കുന്നത്? ശരിക്കും ഈ 2ഉം 6ഉം ഇരിക്കുന്നത് OCയിലും OGയിലുമാണ് 2ഉം 6ഉം ഇരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വിത്ത് OS സെന്റർ O21 റേഡിയസ് ഒരു ആർക്ക് അങ്ങോട്ട് കട്ട് ചെയ്യുന്നു.
അതിവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ ഏത് പോയിന്റ് എന്ന് വെച്ചാൽ 2 എന്ന് പറയുന്ന പോയിന്റ്. സിമിലർലി വിത്ത് OA സെന്റർ 6, O6, അതായത് ഇത് തന്നെയാണ്, ഇതേ ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഒരു ആർക്ക് ജിയിലോട്ട് കട്ട് ചെയ്യും. ഇതേ ഇതിൽ വെച്ചിട്ട് നമ്മൾ ജിയിലോട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യും. അങ്ങോട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന പോയിന്റ് ആണ് 0.6. അപ്പം 1, 2 ആയി, 6 ആയി. ഇനി അടുത്ത് നമുക്ക് ബാക്കിയുള്ളത് 3 and 5. ഈ പോയിന്റ് ആണ് അടുത്ത് നമുക്ക് ബാക്കിയുള്ളത് 3 and 5 എന്നുള്ള പോയിന്റ്. ഇത് പ്രശ്നമില്ല, ഇത് വലിയ ഇഷ്യൂ ഉള്ള കാര്യമല്ല. ഡയറക്റ്റ് ആയിട്ട് എവിടെ തന്നെയാണ് ഇരിക്കുന്നത്, ഈ ജനറേറ്ററിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് പ്രൊജക്ട് ചെയ്യാം. ഇതൊരു ഇൻക്ലൈൻഡ് ലൈൻ തന്നെയാണ്. അപ്പോൾ അതിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് നമുക്ക് ഈസി ആയിട്ട് അറിയാം. സ്കെയിൽ എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രൊജക്ട് ചെയ്താൽ മാത്രം മതി. അതിന് ഡിയിലാണ് അത് ഇരിക്കുന്നത്. സോ 3യിൽ നിന്നും നമ്മളൊരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നോക്കിയാൽ മതി. 3യിൽ നിന്ന് ഒരു പ്രൊജക്ഷൻ ലൈൻ നമ്മൾ വരയ്ക്കുന്നുവെങ്കിൽ, 3' എന്നൊരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുന്നുവെങ്കിൽ അത് ഒന്ന് ഇവിടെയാണ് പോയി മീറ്റ് ചെയ്യുന്നത്. ദാറ്റ് വിൽ മീറ്റ് അറ്റ് 3 മീറ്റ് ചെയ്യുന്നത് ഇവിടെ എവിടെയായിരിക്കും, ഡിയിലായിരിക്കും 3 എന്ന് പറയുന്ന പോയിന്റ് മീറ്റ് ചെയ്യുന്നത്. അതേപോലെ എഫിലായിരിക്കും 3യുടെ പുറകിലുള്ള 5 എന്ന് പറയുന്ന പോയിന്റ് മീറ്റ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. കാരണം ഇവിടെ നോക്കിയാൽ മതി, 3 is actually 3' is actually on O dash D dash, 5' അതിന്റെ പുറകിലാണ്, 3' പുറകിലാണ് 5'. ദാറ്റ്സ് ഓൺ O dash F dash. ഓക്കെ, അടുത്ത ലാസ്റ്റ് നമുക്ക് 4' എന്ന് പറയുന്ന പോയിന്റ് ആണ്. സോ അതിനെയും കൂടെ നമുക്ക് ഈസി ആയിട്ട് പ്രൊജക്ട് ചെയ്യാം. അത് ലോങ്ങസ്റ്റ് ജനറേറ്ററിൽ തന്നെയാണ്, എൻഡ് ജനറേറ്ററിലാണ്. ഇവിടെ എന്താ നമുക്ക് ഈസി ആയിട്ട് അതിനെ പ്രൊജക്ട് ചെയ്യാൻ പറ്റും. O dash E ഡാഷിലാണ് ഇരിക്കുന്ന, നമ്മൾ അതിനെ പ്രൊജക്ട് ചെയ്യുന്നത് താഴോട്ട്. അതിനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ അത് എവിടെ വന്ന് വീഴുമെന്ന് വെച്ചാൽ OEയിൽ വന്ന് വീഴും. ഇവിടെ വന്ന് വീണിട്ടുണ്ട്, OEയിൽ വന്ന് വീണിട്ടുണ്ട്. സോ ദിസ് ഇസ് അവർ പോയിന്റ്. ഇതാണ് നമുക്ക് കിട്ടിയ പോയിന്റ് 4. ഇത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് അതിന് ഡാർക്കൻ ചെയ്യാം. ഫസ്റ്റ് 1, 7 ഇതാണ് നമ്മുടെ എന്താണ് ഓർഡിനേറ്റ് എന്ന് പറയുന്ന പോയിന്റ്, ഡബിൾ ഓർഡിനേറ്റ് ഇതാണ്. സോ അതിനെ നമുക്കൊന്ന് ഡാർക്കൻ ചെയ്യാം. ഈ ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്ന ഇത് ഞാൻ ഡാർക്കൻ ചെയ്യും. കുറെ കൂടി ഡാർക്കായിട്ട് ഞാൻ വരയ്ക്കുകയാണ്. ഇതിനൊന്നുകൂടെ ഒരു ഡാർക്കായിട്ട് വരയ്ക്കുന്നു, അത്രേ ഉള്ളൂ. മറന്നുമല്ല, നമ്മുടെ ഫൈനൽ ഡ്രോയിങ് ഒന്ന് കാണിക്കാൻ വേണ്ടി. ഇത് 7, 6, അതായത് ഇങ്ങോട്ട് പോകും, ഇങ്ങനെ പോകും. 1, 2, 3, 4, 5, 6, ബാക്ക് ടു 7. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കേർവ് വെച്ച് ജോയിൻ ചെയ്യുന്നു. ഒന്ന് കുറച്ച് പേർക്ക് ഇത് എങ്ങനെ ഫ്രഞ്ച് കേർവ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമായിരിക്കും കുറച്ച് പേർക്ക്. 1, 2, 3, 4, 5, 6, ബാക്ക് ടു 7. നമുക്ക് ഫ്രീ ഹാൻഡ് വെച്ചും ചെയ്യാൻ പറ്റും. 1, 2, 3, 4, 5, 6. ലൈക്ക് വൈസ് നമ്മളിത് ഈ ഒരു പെർട്ടിക്കുലർ പാരബോളെ വരച്ചു. ഇനി വരച്ചാൽ മാത്രം പോരാ, നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ഹാച്ച് ചെയ്യണം. കാരണം ഇത് എന്താണ്, ഇറ്റ് ഇസ് ആക്ച്വലി എ സെക്ഷൻ. നമുക്ക് ഹാച്ച് ചെയ്യണം. ഹാച്ച് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, 45 ഡിഗ്രി ലൈൻ വെച്ചിട്ട് നമ്മൾ അതിനെ ഹാച്ച് ചെയ്യുന്നു. ഇത് സെക്ഷൻ ആയതുകൊണ്ട് കട്ട് ചെയ്തെടുത്ത പോർഷനാണ്, അതായത് സെക്ഷൻ എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ 45 ഡിഗ്രി ലൈൻസിൽ നമ്മൾ അതിനെ ഹാച്ച് ചെയ്യും. സോ 45 ഡിഗ്രി ലൈൻസ്. ഈ ഗ്യാപ്പ്, ലൈനിന്റെ ഗ്യാപ്പ് ഒക്കെ നിങ്ങൾ ഫിക്സ് ചെയ്യുന്നതാണ്. കുറച്ച് ഗ്യാപ്പ്, ഒരുപാട് വലുതല്ലാതെ ഒരുപാട് ചെറുതുമല്ലാതെ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് ഹാച്ച് ചെയ്ത് തീർക്കാം. നോക്കണം, എല്ലാം ഒന്ന് ഹാച്ച് ചെയ്ത് നോക്കണം. സോ തീർന്നിട്ടില്ല, നമുക്ക് എന്തുണ്ട് ഇനി, ഫ്രണ്ട് വ്യൂ ഉണ്ട്. ഫ്രണ്ട് വ്യൂയും കൂടെ നോക്കണം. നമുക്ക് കട്ടിംഗ് പ്ലെയിൻ്റെ താഴെയായിട്ട് വരുന്നതെല്ലാം എന്താണ് നോക്കിയാൽ മതി. കട്ടിംഗ് പ്ലെയിൻ്റെ താഴെയായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഡാർക്കാണ്. അതിനും കൂടെ നമുക്കൊന്ന് ഡാർക്കൻ ചെയ്യണം. ഇതാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിന്. ഇവിടെ നമുക്ക് ഓറഞ്ച് എടുക്കാം അല്ലേ, ഓറഞ്ച് എടുക്കാം. ഇതാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിന്. കട്ടിംഗ് പ്ലെയിൻ്റെ താഴെ വരുന്ന പോർഷൻസ് എല്ലാം എന്താണ്, ഡാർക്കാണ്. അപ്പോൾ അതിനെയും കൂടെ നമ്മൾ ഒന്ന് HP പെൻസിലൊക്കെ വെച്ചൊന്ന് ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. കട്ടിംഗ് പ്ലെയിൻ്റെ താഴെ വരുന്ന പോർഷൻസ് HO HBO യൂസ് ചെയ്ത് നമുക്ക് ഇത്രയും ഒന്ന് ഡാർക്കൻ ചെയ്യാം. ഈ ഒരു ജനറേറ്റർ, ഈ ഒരു പോയിന്റ് കൂടെ നമുക്ക് ഡാർക്കൻ ചെയ്യാം. ഈ ഔട്ടർ മാത്രം ഡാർക്ക് ചെയ്താൽ, എൻ ജനറേറ്റർ മാത്രം. അകത്തുള്ള ജനറേറ്റേഴ്സ് ഒക്കെ നമ്മൾ ഇമാജിനറി ആയിട്ട് വരച്ചതാണ്. ഈ എൻ ജനറേറ്റർ മാത്രം ഡാർക്കൻ ചെയ്തിട്ടേക്ക്. എന്തുകൊണ്ട് ഡാർക്കൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു. അതായത് നമ്മുടെ പെർട്ടിക്കുലർ ഈ ഒരു പിരമിഡ്, ഈ ഒരു കോണ്
ഇത്രയും കട്ട് ചെയ്തിരിക്കുകയാണ്, ഇത്രയും പോർഷൻ കട്ട് ചെയ്തു, ബാക്കിയുള്ളത് കട്ടാകാതെ അവിടെ ഇരിപ്പുണ്ട് എന്ന് കാണിക്കുകയാണ്. അതേപോലെ ഇവിടെയും കട്ട് ചെയ്ത പോർഷൻ, ഈ ഒരു സെക്ഷന് മുമ്പിൽ, ഈ ഒരു പ്ലെയിനിന് മുമ്പിലുള്ള ഇത്രയും കട്ട് ചെയ്ത പോർഷൻസ് ആണ് ഈ പ്ലെയിനിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങൾ. ഇത്രയും സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ആക്ച്വലി സ്റ്റിൽ ദർ, അത് കട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ കോമ്പസിൽ ഒന്ന് ഒരു ഡാർക്കൻ ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് വരയ്ക്കാം. ഇങ്ങോട്ട് ഇത്രയും ഇതിനൊന്ന് ഡാർക്കൻ ചെയ്ത് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. എന്താണത്? ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മളിവിടെ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ട്രൂ ഷേപ്പ് വരയ്ക്കാൻ. നമ്മൾ ഓരോന്നിന്റെ പേര് കൊടുക്കുമല്ലോ. ഇതെന്താണ്? ദിസ് ഇസ് അവർ ഫ്രണ്ട് വ്യൂ, ദിസ് ഇസ് അവർ ഫ്രണ്ട് വ്യൂ, സെക്ഷണൽ ടോപ്പ് വ്യൂ, ആൻഡ് ഫൈനലി ഏത് ക്വസ്റ്റൻ ആയാലും നമുക്കിന് ട്രൂ ഷേപ്പ് ഓഫ് സെക്ഷൻ വേണം. അത് നമ്മൾ ചെയ്യാൻ പോവാണ്. ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്കെയിൽ എടുക്കുന്നു. ഈ കട്ടിംഗ് പ്ലെയിൻ, ഇപ്പൊ ഈ ഹൈറ്റ് ഒക്കെ നമുക്ക് ക്വസ്റ്റനിൽ ചോദിക്കും കേട്ടോ, ഈ ഹൈറ്റ് ഒക്കെ എത്രയാണെന്ന്. അപ്പൊ നോക്കിയോ, 64 ഡിഗ്രി എന്നാണ് എനിക്ക് കിട്ടിയത് കട്ടിംഗ് പ്ലെയിൻ ഇൻക്ലിനേഷൻ. അതേപോലെ ഈ ഹൈറ്റ് മെഷർ ചെയ്യുക. ഈ ഒരു കോണിന്റെ ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക എത്രയാണ്. നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്ന ആൻസർ എന്ന് നോക്കുക. കോണിന്റെ ഹൈറ്റ്, ഈ ഹൈറ്റ് എത്രയാണെന്ന് നോക്കിക്കോളൂ. അത് ചോദിക്കും എക്സാമ്പിൾ. അത് തീർച്ചയായിട്ടും ഡയമെൻഷൻ ചെയ്ത് വെക്കണം. നിങ്ങൾ വെക്കാതിരിക്കരുത്. ഈ ഹൈറ്റ് എത്രയാണ് നിങ്ങൾ മെഷർ ചെയ്ത് നോക്കിക്കോളൂ. എനിക്കറിയില്ല ആൻസർ എത്രയാണെന്ന്. ജസ്റ്റ് എൻ്റെ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ആൻസർ എത്രയാണ് ഞാൻ നോക്കിയില്ല. നിങ്ങൾ ഇതൊന്ന് നോക്കിക്കോളൂ. എനിക്ക് കിട്ടുന്നത് എത്രയാണെന്ന് നോക്കിക്കോളൂ. ഇത് മെഷർ ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഇവിടെ നോക്കിയാൽ ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഇതിന് നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ ഒരു കട്ടിംഗ് പ്ലെയിൻ എനിക്ക് 64 ഡിഗ്രി എന്നാണ് കിട്ടിയത്. കറക്റ്റ് ഒന്നും അല്ല കേട്ടോ. 64 ഡിഗ്രി എന്നായിരിക്കും ആൻസർ. ഞാൻ റഫായിട്ട് വരച്ചതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് വരച്ച് നോക്കുക. ഇന്ന് ഈ ഒരു 64 ഡിഗ്രി, അതായത് ഈ കട്ടിംഗ് പ്ലെയിൻ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കും. ഈ കട്ടിംഗ് പ്ലെയിൻസിൽ നിന്നും നമ്മൾ പെർപെൻഡിക്കുലേഴ്സ് ഇപ്പോൾ വരയ്ക്കും. എന്തിനാണ് ഈ പെർപെൻഡിക്കുലേഴ്സിന്റെ പർപ്പസ്? എന്തിനെന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു ഡ്രോ ദ ട്രൂ ഷേപ്പ്. ഇപ്പോൾ പെർപെൻഡിക്കുലർ ലൈൻ എങ്ങനെ വരയ്ക്കണമെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഫ്രഞ്ച് കർവ് ഉള്ള സെറ്റ് സ്ക്വയർ, 2 സെറ്റ് സ്ക്വയർ കാണും. അതിൽ ഫ്രഞ്ച് കർവ് ഉള്ള സെറ്റ് സ്ക്വയർ അല്ലാത്തവർ, അത് യൂസ് ചെയ്യാത്തവർ സ്കെയിൽ യൂസ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. സോ ഇത് നോക്കിക്കോളാം. ഇവിടെ ഈ 2 ലൈൻസിനെയും ജോയിൻ ചെയ്ത് ക്യാൻ ഡ്രോ ദ കട്ടിംഗ് പ്ലെയിൻ. ഇങ്ങനെ വരയ്ക്കാം. 1 7 ഡാഷിൽ നിന്ന് അടുത്ത് 2 6 അടുത്ത് 3 5 നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഈ പോയിന്റ് 4 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് അടുത്തൊരു ലൈൻ കൂടെ നമുക്ക് ഇവിടെ വരയ്ക്കാം. ദാറ്റ്സ് ആക്ച്വലി ഓക്സിലറി ലൈൻ എന്ന് പറയും. അതായത് ഈ കട്ടിംഗ് പ്ലെയിനിന് പാരലായിട്ട്, ഈ കട്ടിംഗ് പ്ലെയിനിന് പാരലായിട്ട് നമുക്കിവിടെ ലൈൻ വരയ്ക്കാം. സോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിലറി പ്ലെയിൻ. x1 y1 എന്ന് നമുക്ക് പേര് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇവിടെ ബേസിലാണ്, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ബേസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. 1 മാത്രം എവിടെ കട്ട് ചെയ്യുന്നത് വെച്ചാൽ ബേസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മെഷർ ചെയ്യുക, ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. 1 ഇവിടെ ഈ ലൈൻ 1 നിന്ന് പോകുന്ന ലൈൻ തൊട്ട് ഈ XY ലൈൻ തൊട്ട് 1 വരെയുള്ള ഡിസ്റ്റൻസ് അത് മെഷർ ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്യുക. ആസ് യു വിൽ മാർക്ക് ഇറ്റ് ആസ് 1. അതേപോലെ ഈ XY ലൈനിൽ നിന്ന് 7 വരെ ഉള്ള ഡിസ്റ്റൻസ്, അത് ഇതേ ലൈനിലാണ് 7 പുറകിലുള്ളത്. ഈ ലൈനിൽ നിന്ന് ഇവിടെ നിന്നും കോമ്പസിൽ ഇവിടെ മാർക്ക് ചെയ്യുക 7. ഓക്കെ, 7 1 നമുക്ക് പേര് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 2 6 വേണം. ഈ ഡിസ്റ്റൻസ് 2 6 വേണം. അപ്പോൾ XY ലൈനിൽ നിന്ന് മെഷർ അപ് ടു 6 വരെയുള്ള പോയിന്റ്. ഈ XY ലൈനിൽ നിന്ന് മെഷർ അപ് ടു 6 വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. മെഷർ ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകുന്നതിൽ നിന്നും മാർക്ക് വിച്ച് പോയിന്റ് 6 നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യും. 6 ഇവിടെ മാർക്ക് ചെയ്യും. XY നിന്ന് 6 നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യും. ഇതേ XY ലൈനിൽ നിന്ന് 2 മെഷർ ചെയ്യും. XY ലൈൻ തൊട്ട് ഇവിടം വരെ 2 മെഷർ ചെയ്യും. ഈ 2 നിന്ന് പോകുന്ന ഈ പോയിന്റിൽ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ആ 2 എന്നുള്ള അത്രയും ഡിസ്റ്റൻസിന്റെ ആർക്ക് ഇവിടെ കട്ട് ചെയ്യും. സിമിലർലി നമ്മൾ എന്ത് ചെയ്യും? അതേപോലെ 3, ഇവിടെ 3 ഉണ്ട്, 3 and 5 അല്ലേ? യെസ്, 3 and 5. അപ്പോൾ നമുക്ക് അതേപോലെ ഇവിടെ 5 മെഷർ ചെയ്യുക, ഇവിടെ 3 മെഷർ ചെയ്യുക, അതിവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ 5 മെഷർ ചെയ്യുക,
ആൻഡ് 3 മെഷർ ചെയ്യുക, അതിവിടെ മാർക്ക് ചെയ്യുക. ലാസ്റ്റ് ഫൈനൽ പോയിന്റ് 4 ആണ്. ഇതേപോലെ എക്സ് വൈ ലൈനിൽ നിന്ന് 4 വരെ മെഷർ ചെയ്യുക. എക്സ് വൈ ലൈൻ ടു 4 മെഷർ ചെയ്യുക. നമ്മുടെ ഇതാ ഈ x1 y1 നിന്ന് ഈ പോയിന്റിൽ നിന്നും ആ 4 ഇവിടെ കട്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ we can just join these things 1 2 3 4 5 6 back to 7. ഓക്കെ, ഇത്രയും നമുക്ക് വരയ്ക്കാം. ഇതിനെയും കൂടെ 1 to 7. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ട്രൂ ഷേപ്പ്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ കൂടെ ഒന്ന് ഹാച്ച് ചെയ്ത് വിട്ടേക്കുക. സോ ഈ കട്ടിംഗ് പ്ലെയിനിൽ നിന്ന് 45 ഡിഗ്രിക്കാണ് ഹാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, കട്ടിംഗ് പ്ലെയിൻ ഇപ്പോൾ 64 എന്നാണ് എനിക്ക് കിട്ടിയത്. സോ 64 + 45 109 കിട്ടും. സോ 109 ഡിഗ്രി ആ റേഞ്ചിൽ വെച്ച് ഹാച്ച് ചെയ്യും. സോ ദിസ് ഇസ് അവർ ട്രൂ ഷേപ്പ്. ദിസ് ഇസ് അവർ ട്രൂ ഷേപ്പ് ഓഫ് സെക്ഷൻ. ഇത് നിങ്ങളത് മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവർ ക്വസ്റ്റനിൽ തന്ന ഡേറ്റ അനുസരിച്ച് നമ്മളിപ്പോൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റനിൽ തന്ന ഡേറ്റ അനുസരിച്ച് നമ്മളിപ്പോൾ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ഒരു ക്വസ്റ്റൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്.